ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കരിയറുമായി ബന്ധപ്പെട്ട് റീഡിംഗ് ചെയ്യാമോ എന്ന് കമൻറ്റ് സെക്ഷനിൽ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരിയർ റിലേറ്റഡ് ആയിട്ടൊരു റീഡിംഗ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കരിയർ എന്നോട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ 9 to 5 ജോബ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്. ഓക്കെ, അതിനാണ് ഇവിടെ കരിയർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൈഡ് ഹസിൽസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ ഇവിടെ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പിനെ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് 1ൻ്റെ കരിയറിൽ അവരെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണ്? നിങ്ങൾ പണ്ടെപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾ പണ്ടെപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും എന്ന് കാണുന്നു. കണ്ടോ, ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു അറൈവൽ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു പക്ഷേ ചോയ്സിന്റെ രൂപത്തിൽ, അതായത് ഇത് നിങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവില്ല യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്കൊരു ചോയ്സ് ആയിട്ടായിരിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മുൻപ് നിങ്ങളത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ പ്രൊവിഷനിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കണം. അത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത് ആ ഒരു കാര്യമാണ് എന്ന് കാണുന്നു. ഇതിലൊരു പക്ഷേ ട്രാവൽ റീലൊക്കേഷൻ ഒക്കെ ഇൻവോൾവ് ആയിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഓഫർ തരിക, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരിക, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളോടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോയ്സ് നിങ്ങളുടെയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള, ഒരുപാട് എന്താ പറയണ്ടേ, ഒരു ന്യൂ എനർജീസ് ഉള്ള, ഒരു റിന്യൂവൽ എനർജി കൂടുതലായി നിൽക്കുന്ന, ഒരു റിഫ്രഷിങ് എനർജി ഉള്ള ഒരു ന്യൂ ചാപ്റ്ററിലേക്കാണ് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ എത്തിച്ചേരാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഫേമസ് ആകാൻ, പോപ്പുലർ ആകാനും ഒക്കെ ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരുപാട് ശോഭിക്കുന്നതിന് സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതിനുള്ള എല്ലാ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു 6 of Wands കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻവിറ്റേഷൻ ആയിരിക്കാം. ഒരു നിങ്ങളെക്കാളും കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു കൈൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് കാണുന്നു, ഒരു മെസ്കുലിൻ എനർജി ഉള്ള ഒരാൾ എന്ന് കാണുന്നു. അവരായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഓഫർ നിങ്ങളിലേക്ക് തരുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ അറൈവൽ ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെയാണ് എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, വളരെ സ്പീഡിൽ പെട്ടെന്നുള്ള ഒരു അറൈവൽ ആണ് കാണുന്നത്. അതായത് നിങ്ങൾ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കില്ല ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക വിഷ് ഫുൾഫിൽമെന്റിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല എന്ന് കാണുന്നു. ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതായത് ഒരു പോയിന്റിൽ ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
നിങ്ങൾ അത്രയും വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഇത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് ആണ്. നിങ്ങൾ അത്രയും ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. ഒരു പോയിന്റിൽ നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇന്റേണൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ഷൻസ്, ഓക്കെ, അലൈൻഡ് ആക്ഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു പോയിന്റിൽ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളോട് അലൈൻ ചെയ്യുന്നില്ല എന്നൊരു തോന്നലിൽ എത്തിയിട്ടാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അതിനെ ഡിറ്റാച്ച്ഡ് ആയി, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച്, കരിയറിൽ ഇങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല. ഓക്കെ, അത്തരത്തിലൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ കരിയറിൽ വരുന്നത്. ഡിവൈൻ ടൈമിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സമയം, ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയുന്നില്ല, ഡിവൈൻ ടൈമിൽ, അതിന്റെ എക്സാക്ട് ടൈം ഉണ്ട്, ആ ടൈമിലാണ് ഇത് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ സംഭവിക്കുന്നു എന്നും കൂടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് എങ്ങനെയാണോ മാനിഫെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനായിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഇത് വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. അതായത് അപ്പൊ ഇത് ഈ അടുത്തൊന്നും അല്ല നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് കാലം മുന്നേ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ. അതാണ് ഇപ്പൊ പെട്ടെന്ന് വരുന്നത്. അതിന്റെ എനർജി, ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വരികയാണ്. ഓക്കെ, പെട്ടെന്നാണ് ഇതിപ്പോ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ത് കാര്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ളത്. ചിലപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ അത്രമേൽ ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഒരു സ്പെസിഫിക് പോയിന്റിലാണ് നിങ്ങൾ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്തത്, വേണം എന്ന് ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, നിങ്ങൾ ഒരുപാട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് എടുത്തു. ഒരു ഡിഫറൻസ് കാണാണ്ടായിട്ട് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരു എൻഡ് പോയിന്റിൽ എത്തി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി ഇതിൽ ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു. നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എന്താ പറയാ ഇപ്പോൾ ഉള്ളതിൽ കരിയറിൽ എവിടെയാണോ ആയിരിക്കുന്നത് അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇനി ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്കായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, പക്ഷെ ആ എക്സാക്ട് മൊമെന്റിലാണ് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് മികച്ച ഒരു ഓഫറായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത്. ഓക്കെ, ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ ആണ് എന്ന് വീണ്ടും യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബാലൻസ്, ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ്, പിന്നെ എന്താ പറയണ്ട, ഒരു ഹാർമണി ഒക്കെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പൊ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫിയർ, ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാനും ഈ ഒരു ഓഫർ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ചേഞ്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നും കൂടെ യൂണിവേഴ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങളുടെ മേത്ത്, നിങ്ങൾക്കൊരു ചോയ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആകുന്നതിന്, ഇത് സ്വീകരിക്കാൻ നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആകുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ ആയിരിക്കാം നിങ്ങളുടെ സ്കിൽസ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആദ്യം തന്നെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ അതിന് തയ്യാറാണ്, നിങ്ങൾ എനർജറ്റിക്കലി റെഡി ആയതുകൊണ്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള എന്താ പറയണ്ടേ, ഒരു വിശ്വാസക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, ഇൻസെക്യൂരിറ്റീസ്, ഇതിനൊക്കെ ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങളോട് ആദ്യം യൂണിവേഴ്സ് പറയുന്നത്. ഇതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആ ഒരു പോയ ആത്മവിശ്വാസത്തെ തിരിച്ചു പിടിക്കുക, നിങ്ങളുടെ ആ ഒരു ഒതന്റിക് വേർഷനിലേക്ക് മാറുക. നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള, വളരെ ഒരു എന്താ പറയണ്ടേ, പ്രോ ആക്റ്റീവ് ആയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതിനെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചില ഇൻസെക്യൂരിറ്റീസ് ആണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പിക്ചർ ഉണ്ട്, എസ്പെഷ്യലി കരിയർ റിലേറ്റഡ്. അതാണ് ആദ്യം മാറ്റി എഴുതേണ്ടത്, അല്ലെങ്കിൽ അതാണ് മാറ്റേണ്ടത്.
ഓക്കെ, അത് മാറ്റുന്നതിന് നിങ്ങൾ ശ്രമിക്കാൻ പറയുന്നു. അതിൽ തന്നെ ഒതുങ്ങി പോവാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇതെനിക്ക് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണോ, എനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ, അങ്ങനെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടെന്ന് കാണുന്നു. ഇൻസെക്യൂരിറ്റി, അതാണ് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കടക്കുക. ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെയും ഇൻസെക്യൂരിറ്റീസിനെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുന്നൊരു കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, ഈ ഒരു ചേഞ്ച് വരുമ്പോൾ ബി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഇറ്റ്. അതിനെ നിങ്ങൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം. ഇൻ ദ സെൻസ്, ഇത് ആരോടാണ് ഷെയർ ചെയ്യുന്നത്, ആരോടാണ് ഷെയർ ചെയ്യേണ്ടാത്തത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും പറയണം എന്നൊക്കെ തോന്നാം. പക്ഷേ അത് വേണോ വേണ്ടയോ, നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ പഠിച്ച ചില പാഠങ്ങളുണ്ട് ഇല്ലേ, അതാണ് ഇവിടെ നിങ്ങളൊന്ന് ഓർത്തെടുക്കേണ്ടത്. അതനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക ആരോടൊക്കെ പറയണം, ആരോടൊക്കെ ഷെയർ ചെയ്യണം, ആരോടൊക്കെ ഷെയർ ചെയ്യണ്ട, ആരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ആൻഷ്യസ് ആകാതിരിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആൻഷ്യസ് ആവാതിരിക്കുക. ആൻഷ്യസ് ആയിക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. കോൺഫിഡന്റ് ആകുക. ഇത് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അതിന് തയ്യാറായതുകൊണ്ടാണ്. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിൽ എത്തിയാൽ, നിങ്ങൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സംശയം വേണ്ട. അതായത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കണ്ടോ, അത് നിങ്ങളെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കാതിരിക്കാൻ, അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത്, ഒരുപാട് എക്സ്പാൻഷൻ നിങ്ങളെന്ന വ്യക്തിക്കും നിങ്ങളുടെ കരിയറിലും ഒക്കെ കൊണ്ടുവരാൻ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പിന്നെ വിട്ടുകളയരുത് എന്നൊരു മെസ്സേജ് ഉണ്ട്. ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്ട്രെസ് ആകാൻ പാടില്ല. സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് ദ സക്സസ് എന്നാണ് കേൾക്കണേ. അപ്പൊ അതായത് ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു സക്സസ് ആണല്ലേ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ്. മാനിഫെസ്റ്റ് ചെയ്ത അതേ രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയാ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അതിന് സമയമെടുത്തോ, യെസ്, പക്ഷെ അത് ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ അവിടെ ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ചപ്പോൾ വന്നില്ല, ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇപ്പൊ എനിക്കത് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനതിപ്പോ അങ്ങനെ എന്താ പറയാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്ക്യൂസസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ദയവ് ചെയ്ത് അത് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് അതിനെ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് വരരുത്. ഓക്കെ, മാക്സിമം നിങ്ങളോട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നത്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ്സ് എപ്പോഴും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന കംഫർട്ട് സോണിന് പുറത്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. അത് തന്നെയാണ് നിങ്ങൾ ഒരു എക്സ്ക്യൂസസ് കണ്ടെത്താൻ സാധ്യത. ഇത് വേണ്ട എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് തന്നെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ചോദിക്കാം, സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഇൻറ്റ്യൂഷനിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് തരുന്നു എന്നാണ് ഞാൻ കേൾക്കണേ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുന്നതിന് ഈ പറഞ്ഞ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ആയിരിക്കുക. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? താങ്ക് യു. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് നിങ്ങളുടെ ഗ്രൂപ്പാണ് എന്നുള്ളതിന്റെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ,
അല്ല ഇതിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാപ്സ്യൂളുകൾസ് ഒന്നും ഇല്ലെങ്കിൽ ബാക്കി 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണണം. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന തീയതികൾ, ആ തീയതികൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് കടന്നു വരുന്ന തീയതി ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊന്നായിരിക്കും. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള തീയതികളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമുക്ക് ഞായറാഴ്ച കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ജനിച്ച ദിവസം ഞായറാഴ്ച ആയിരിക്കാം. വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വൃശ്ചിക രാശിയിൽ ജനിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ വൃശ്ചികം രാശി ഉണ്ടായിരിക്കാം. പിന്നെ മിഥുന മാസം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ജനിച്ചത് മിഥുന മാസത്തിലായിരിക്കാം. നിങ്ങളുടെ ജന്മ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം, മകം, മകയിരം, തിരുവോണം, ചോതി, ചിത്തിര, ചതയം, ഉത്രട്ടാതി. ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് അക്ഷരങ്ങൾ എടുക്കാം. തീയതികൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് തരാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ. ഇ, യ, ഭ, ജ, ഠ, ഥ, ഫ, ഇർ. ഓക്കെ. ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1-ാം തീയതി, 3-ാം തീയതി, 6-ാം തീയതി, 10, 11, 12, 20, 22, 30, 31. ഇത്രയും തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ തീയതികൾ നോട്ട് ചെയ്യാൻ നിങ്ങളുടെ ജനന തീയതിയിൽ ഉണ്ടാകും. അതല്ലാതെ ഈ തീയതികൾക്ക് ഈ പറഞ്ഞ ബ്ലെസ്സിങ്സ്, അതിൻ്റെ അറൈവൽ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ്, ഇതൊക്കെയായിട്ട് ബന്ധമുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ അവരുടെ ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ അവരെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ. ഓക്കെ. ഫുൾ കാർഡാണ് അതിനെ കിട്ടിയിരിക്കണേ. ഫുൾ കാർഡ്. ഡെഫിനറ്റ്ലി ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഓക്കെ. ഇപ്പോൾ ഉള്ള പ്രാരാബ്ധങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞുള്ള വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു തുടക്കം, അതാണ് നിങ്ങളുടെ കരിയറിൽ തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കരിയറിൽ വളരെയധികം നിങ്ങൾക്കൊരു സുഖകരമല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ. ഒരുപാട് ഭാരമായിട്ട് ഇപ്പോഴത്തെ ഒരു കരിയർ തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്. ഒട്ടും സുഖകരമല്ല, സ്മൂത്ത് അല്ല, ചാലഞ്ചിങ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും മാറി വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ, അത്തരത്തിലുള്ള ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹം. ക്ലാരിഫൈ ദ 10 of Wands. യെസ്, കണ്ടു. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു നേതൃത്വ പദവിയിലേക്കൊക്കെ എത്തുന്ന അതിനും സാധ്യതയുണ്ട്. ഓക്കെ. അങ്ങനത്തെ ഒരു മാറ്റമാണ് കരിയറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ ഇത് ലോങ് ടേമിലേക്കാണെന്ന് കാണുന്നു. അതായത് ഒരു സ്ഥിരം ജോലിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മാത്രമല്ല ഇതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊരു ഭദ്രതയും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഈ ഒരു മാറ്റത്തിലൂടെ, ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ. ഓക്കെ. നമുക്ക് ക്യൂൺ ഓഫ് വാൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങളുടെ ആ ഒരു മോസ്റ്റ് കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു മാറ്റമായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ചേഞ്ച്. ഇതിലൂടെ നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ ഒരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, അതേസമയം നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെ അട്രാക്ഷൻ ഉള്ളതായിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, ഒരു മാഗ്നറ്റിക് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് നിങ്ങൾ
അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അണ്ടർലൈങ് എനർജി നോക്കൂ, ഏസ് ഓഫ് വൺസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കരിയറിൽ വളരുന്നതിന്, ഉന്നതിയിലെത്തുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് കാണുന്നു. നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നൊക്കെ പുറത്തു വന്ന നിങ്ങളുടെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു വേർഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ ആയിത്തീരും ഈ ഒരു മാറ്റത്തിലൂടെ. യെസ്, കണ്ടോ, ഒരുപാട് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 ഓഫ് സോർഡ്സ് ആണ്. ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട് കരിയറുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, നിങ്ങളെ കൊണ്ട് അങ്ങനെ സാധിക്കില്ല, ഇങ്ങനെ സാധിക്കില്ല, അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് വരും. നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. യാത്ര ഉണ്ടാകാം, യാത്ര ഇൻവോൾവ് ആയിട്ടുള്ളതായിരിക്കും. റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു പക്ഷേ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊട്ടും കാണുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കരിയറിൽ നിങ്ങൾ കുറേ കൂടി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, വളരെയധികം ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റില്ല, ഇതിലെന്നെ നിന്ന് പോകാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ ഒരു സമയത്തിന് ശേഷം ആണ് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അറൈവ് ചെയ്യുന്നത്. എംപ്രസ് കാർഡാണ് നമുക്ക് അണ്ടർലൈങ് എനർജി. യെസ്, അപ്പോൾ ഒരു ഹെർമിറ്റ് എനർജി, അതായത് നിങ്ങൾ കുറച്ചൊരു ഹീലിംഗ് നടത്തുന്നതായിട്ട് കാണുന്നു. ആ ഹീലിംഗ് ഫോക്കസ് ചെയ്ത്, ഓക്കെ, അപ്പൊ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ഇനീഷ്യേറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്ര നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ബേർഡൻ, വളരെ ഭാരമായി തോന്നുന്ന ഒരു ജോലി അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ കരിയറിൽ അങ്ങനെയാണ്. നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ഒട്ടും സന്തോഷമില്ല. മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന എഫേർട്സിന് റിസൾട്ട് ഇല്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ച് റിസൾട്ട് ഇല്ല. നിങ്ങൾ അർഹിക്കുന്നത് ഇതിനും മികച്ച പൊസിഷനാണ് എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. അതിനാണ് മാറ്റം വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിന് മാറ്റം വരുന്നത്. ഓക്കെ, വളരെ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. പെട്ടെന്നാണ് ഈ ഒരു പുതിയ എന്താ പറയണ്ടേ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടോ, ഡെഫിനറ്റ്ലി വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഉറപ്പായി നടക്കും എന്നും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ, ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ ആഗ്രഹത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം എന്ന് പറയുന്നു. എന്താ പറയാ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിലൂടെ മുന്നോട്ട് പോകുക. പ്രതീക്ഷയോടെ, യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ കരിയറിൽ, അത് യൂണിവേഴ്സ് നടത്തി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിരാശയോടെ അല്ല മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. അത് ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഇനി അഥവാ നിങ്ങൾ ആരോടും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക. ഒരു പ്രൊട്ടക്ഷൻ എനർജി ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് വേണം. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. ഇത് നിങ്ങൾക്ക് അർഹിക്കുന്ന മാറ്റമാണ്. ഈ ഒരു മാറ്റം, അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 23 ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അർഹിക്കുന്ന മാറ്റമാണ് ഈ സംഭവിക്കുന്നത്, ഈ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ കംപ്ലീറ്റ്ലി യോഗ്യരാണ് എന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, പൂർണ്ണമായ യോഗ്യതയുണ്ട്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ, ആ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കാം. ഓക്കെ, ഇത് എന്താ പറയുക, ഇപ്പം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി ജോലിയിൽ ശ്രമിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബാധകമാണ് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ അതും ആകാം. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അതിലൂടെ ജോലി കിട്ടുന്ന ഒരു സാധ്യതയും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം അതിന് റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ, പ്രതീക്ഷയോടെ, ആ ഒരു എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരികയാണ്. ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതായത് ഒരു പരീക്ഷ എഴുതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആണെങ്കിൽ ഇത് ഞാൻ പാസ്സാകും എന്ന ആ ഒരൊറ്റ വിശ്വാസത്തിൽ എനിക്ക് ജോലി കിട്ടും, അങ്ങനെയായിരിക്കണം നിങ്ങളുടെ തോട്ട്. ഓക്കെ, പേഷ്യൻ്റ്ലി മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം ഇത് ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ, ഇത് നടക്കുന്നതിന് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ സമയത്ത് കൃത്യമായി നടക്കുന്നതാണ്. നിങ്ങളോട് പറയുന്നത് ഈ 4 മാസത്തിനുള്ളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒന്നുകിൽ നിങ്ങൾ
നിങ്ങളുടെ എന്താ പറയണ്ടേ എക്സാംസ് എഴുതുന്നത് ഈ 4 മാസത്തിനുള്ളിലായിരിക്കും. അപ്പോൾ ആ പരീക്ഷയാണ് നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാസത്തിനുള്ളിൽ ഇത് മുന്നേ എഴുതിയിട്ടുള്ള ഏതെങ്കിലും എക്സാമിന് റിസൾട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ വരുന്നു, അല്ലെങ്കിൽ ഒരു ജോബ് അപ്ലൈ ചെയ്തതിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, അങ്ങനെ. അതിനൊക്കെയുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഒരു നിരാശയൊക്കെ ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ. കൂടുതൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം അല്ല, ഡെഫിനറ്റ്ലി സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് മാറി ആ ഒരു നിരാശ ഉള്ള ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തിൽ ഫോക്കസ് ചെയ്ത് അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന ആക്ഷൻസ് ചെറിയ രീതിയിൽ എടുക്കാൻ തുടങ്ങുക. അങ്ങനെ ജീവിതത്തിൽ ഒരു ഓർഡർ കൊണ്ടുവരിക, ഒരു റുട്ടീൻ ഒക്കെ കൊണ്ടുവന്ന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ചേഞ്ച്. അപ്പോഴാണ് ഈ മാറ്റത്തിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് നിങ്ങൾ ഇപ്പം അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ നിരാശ ഉള്ള ഒരു സമയത്തിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇതൊരു നെക്സ്റ്റ് ചാപ്റ്റർ തന്നെയാണ്, നെക്സ്റ്റ് ഫേസ് തന്നെയാണ് നിങ്ങളുടെ കരിയറിൽ. അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറാണെന്ന് മനസ്സിലാക്കുക. ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വളരെ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, ഒരു പവർഫുൾ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ അതങ്ങനെ നിങ്ങളിൽ അത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്കൊക്കെ എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ കറക്റ്റ് റെഡി ആകുന്ന സമയത്ത് എന്തുണ്ടാകും, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി ഈ ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ് അത് അട്രാക്ട് ചെയ്യുന്നതിനും ഓക്കെ, അത് കരിയറിൽ അട്രാക്ട് ചെയ്ത് അത് അവരുടെ കരിയറിൽ റിയാലിറ്റി ആക്കി മാറ്റുന്നതിന് ഗ്രൂപ്പ് 2 എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഈ നിങ്ങളുടെ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വേദന നിറഞ്ഞ സാഹചര്യങ്ങൾ, നിരാശ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാം. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സർവൈവൽ സ്റ്റോറി പറയുന്നത് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടതാണ്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടതാണ് എന്നൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ അത് വേണ്ട, അത് ഉപേക്ഷിക്കണം. ആ ടെൻഡൻസി നിങ്ങൾ ഉപേക്ഷിക്കണം. ഓക്കെ. കാരണം നിങ്ങൾ ഓരോ നിമിഷം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ആ എനർജിനെ അട്രാക്ട് ചെയ്യുക. അതായത് ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ടുള്ള എനർജി. അപ്പോൾ അതുപോലത്തെ തന്നെ അനുഭവങ്ങൾ ഇനിയും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റം വേണമെങ്കിൽ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്ഫുള്ളി നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഈ പാസ്റ്റിനെ കുറിച്ച്, അതായത് പ്ലസന്റ് അല്ലാത്ത പാസ്റ്റ് മെമ്മറീസ്, ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം തരാത്ത സുഖകരമല്ലാത്ത കഴിഞ്ഞുപോയ കരിയറിലെ അനുഭവങ്ങളെ കുറിച്ച് വീണ്ടും ഓർത്തെടുക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന പ്രവണത നിങ്ങൾ ഉപേക്ഷിക്കണം. സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക. ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ. എപ്പം നടക്കും, എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുക, എപ്പോഴാണ് സംഭവിക്കുക, ഇതെനിക്ക് കിട്ടുമോ, ഞാൻ ഇനി എല്ലാ കാലവും ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും, ഈ വക ചിന്തകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അന്തമില്ല, അവസാനമില്ല. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്നല്ലാതെ വേറൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത്തരം ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളില്ലാതെ മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക എന്നുള്ളതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണോ അത് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ആരോഗ്യത്തിനെയും നിങ്ങളുടെ എന്താ പറയുക മെന്റൽ ഹെൽത്തിനെയും ഇത് ഒരുപോലെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ആ എനർജീസിനെയും ഒരു പരിധി വരെ ഇത് തടയുന്നുണ്ട്. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ മനസ്സിനെ എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നെഗറ്റീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് വേണ്ടുന്ന എഫേർട്സ് എടുക്കുക. ഓക്കെ. ഒന്നില്ലെങ്കിൽ അഫർമേഷൻസ് പറയാ, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നറേറ്റ് ചെയ്തിട്ട് അത് വായിക്കുക. ഓക്കെ. ജേർണൽ ചെയ്തിട്ട് അതിങ്ങനെ വായിക്കുക, അല്ലെങ്കിൽ സ്വയം നറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വായിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് വേണം. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് തന്നെ അങ്ങനെ പോവില്ല. ഒരു ദിവസം ഓക്കെ മതി, ഇത്ര മതി, ഇനി ഈ വ്യക്തിയുടെ ഉള്ളില് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് തലച്ചോറ് അതെടുത്ത് മാറ്റില്ല. കാരണം നിങ്ങൾ ശീലിച്ച കാര്യം അതാണ്. അത് തന്നെ നിങ്ങളുടെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിനെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ റീപ്രോഗ്രാമിംഗ് നിങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുക. അതിന് നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നിങ്ങളാണ്.
അത് ചെയ്യുന്നിടത്ത് ഈ മാറ്റം കാണുള്ളൂ. അപ്പോഴേ ഈ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ എന്തിന് തയ്യാറെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മാറ്റം വരുമ്പോൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിന് 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ആ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അത് സംഭവിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് സംഭവിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഈ മാറ്റം ഉണ്ടാവും, അതെന്നിലേക്ക് വന്നു ചേരും, സമയമാകുമ്പോൾ എല്ലാം കൃത്യമായി നടക്കും എന്ന ഒരു വിശ്വാസത്തോടെ, അതിനെ ചേസ് ചെയ്യാതെ, ഡെസ്പറേറ്റ് ആവാതെ, വളരെ പീസ്ഫുള്ളി പ്രസന്റ് മൊമെന്റിലായി മുന്നോട്ട് പോകണം. മനസ്സിന് സ്വസ്ഥമായ മനസ്സോടുകൂടെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തണം. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, പക്ഷെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചേ പറ്റൂ. അത് നാച്ചുറലി സംഭവിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റില്ല, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുന്ന ശരിക്കും നിങ്ങൾ അത് മാറ്റണം എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് മുന്നിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉള്ള എന്താ പറയണ്ട മ്യൂസിക് ഒക്കെ കേൾക്കുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ബോധപൂർവം അതിനെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഒരു പോസിറ്റീവ്, അതിന് പകരം ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്, അത് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസം വരും. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മനസ്സിലുണ്ടാവുന്നത് നല്ലോണം കുറയും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നെഗറ്റീവ് തോട്ട്സിന് ഒരുപാട് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണം, അല്ലാതെ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക, കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരാനാണെന്ന് മനസ്സിലാക്കുക, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനായിട്ട് ശ്രമം തുടങ്ങുക. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടേതാകുക, അല്ലെങ്കിൽ ബാക്കി 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ക്ലൂ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് തീയതികൾ കിട്ടും. ആ തീയതികളും ഈ അനുഗ്രഹം, ഈ പറയുന്ന മാറ്റം ഉണ്ടല്ലോ, അതുമായി ആ മാറ്റം സംഭവിക്കുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ഇതിൽ കിട്ടുന്ന തീയതികൾ. നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ. അല്ലാതെ അപ്പൊ എന്ത് വേണം, ഈ തീയതികളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗിൽ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് വ്യാഴാഴ്ച കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിച്ച ദിവസം വ്യാഴാഴ്ച ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചിങ്ങം രാശി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനിച്ച ചിങ്ങരാശിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിങ്ങം രാശി നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. നിങ്ങൾ ജനിച്ച മാസം എന്ന് പറയുന്നത് തുലാം, കുംഭം, മീനം. ഓക്കെ, ഇതിലേതെങ്കിലും ആകാനായിട്ട് സാധ്യത ഉണ്ട്. ഇനി ജന്മനക്ഷത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പൂയം, ചോതി, വിശാഖം, അവിട്ടം, അനിഴം, കാർത്തിക, രേവതി, തിരുവോണം, അത്തം, പൂരം, മകയിരം. ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത് അ, ഓ, ദ, ഒ, ഈ, ദ, ഇർ, എ, ഔ, ഉ, ഖ, പ, ഷ. ഓക്കെ,
ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. തീയതികൾ എന്ന് പറഞ്ഞാൽ 1, 3, 13, 16, 18, 20, 21. ഇത്രയും തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന, നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഇപ്പോൾ തുടങ്ങി 4 മാസത്തിനുള്ളിൽ അവരുടെ കരിയറിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം. നമുക്ക് പേജ് ഓഫ് വാൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കണേ. Ace of Cups. Okay. Queen of Pentacles. Tower. Underlying energy എന്ന് പറയുന്നത് 4 of Wands ആണ്. ഒരു സെലിബ്രേഷൻ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സഡൻ ഷിഫ്റ്റും ഇവിടെ പറയുന്നുണ്ട്. ടവർ കാർഡ്. അപ്പോൾ ഒരു എൻഡിങ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഫസ്റ്റ് തന്നെ ഒരു എൻഡിങ് ആണ് സംഭവിക്കുന്നത്. ആ എൻഡിങ് നിങ്ങളെ ഒന്നൊന്ന് പിടിച്ചു കുലുക്കാം, ഒന്ന് നിങ്ങളെ ഓവർവെൽം ചെയ്യും. ആ ഒരു അവസാനം നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്കതാകെ നിങ്ങളൊന്ന് റെസ്റ്റ്ലെസ് ആക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കരിയറിലേക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിനാണ് ഈ അവസാനം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പോഴുള്ള സിറ്റുവേഷൻ, നിങ്ങൾ കരിയറിലായിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് ഉള്ളതല്ല. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അതിന്റെ കംഫർട്ട് സോണിലായി കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ആ പുറത്തു വരുന്നതിനാണ് ആ കാര്യം എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണായിട്ട് ഇരിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ലൈഫിൽ നിന്ന് അത് യൂണിവേഴ്സ് എടുത്ത് മാറ്റുന്നത്. ഓക്കെ, അത് വെറുതെ എടുത്ത് മാറ്റല്ല, നിങ്ങളിലേക്ക് വേറൊരു അവസരവും യൂണിവേഴ്സ് കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെയുള്ള ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, അപ്പോൾ ഒരു ലോങ് ടേം, ഒരു പെർമനന്റ് എനർജി നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പം ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത് കടക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കരിയറിൽ പ്രോഗ്രസ് കൊണ്ടുവരുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന ഒരു അവസരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ കരിയറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് പാരലലി ആണ് നടക്കുന്നത്. ഇത് അവസാനിക്കുന്നതും അതിനുശേഷം ഈ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ കരിയറിലേക്ക് വരുന്നതും ഏകദേശം അധികം എന്താ പറയുക, കാലതാമസം ഇല്ലാതെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകുമ്പോൾ മാത്രമേ, കംപ്ലീറ്റ്ലി നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകുമ്പോൾ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഈ ഒരു ടവർ മൊമെന്റ് സംഭവിക്കുമ്പോൾ, ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആയിരിക്കണം യൂണിവേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം. ഓക്കെ, അതിൽ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നതിന് പകരം അതിൽ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഹൈസ്റ്റ് ഗുഡിനാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പെർട്ടിക്കുലർ ന്യൂ ചാപ്റ്റർ, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന ന്യൂ ചാപ്റ്റർ, സ്റ്റെബിലിറ്റി ഉള്ള ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുക. യെസ്, കണ്ടു, ഈ ടവറിലൂടെ സംഭവിക്കുന്നത് നിങ്ങളുടെ സമയമാറ്റമാണ്. നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ആക്ച്വലി. അപ്പൊ ടവർ മൊമെന്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാം തകിടം മറിയുന്നു എന്നൊരു തോന്നലാവും ഉണ്ടാവുക. പക്ഷെ അതല്ല സംഭവിക്കണം ആക്ച്വലി. ഓക്കെ, കൂടുതൽ പ്രോഗ്രസ്, പുരോഗതിയും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിലേക്കാണ് നിങ്ങൾ കിടക്കണേ. അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ടവർ മൊമെന്റിലൂടെ നിങ്ങളെ തേടിയെത്തുന്നത് കരിയറിൽ ഗ്രോത്ത്, കരിയറിൽ പുരോഗതി, അതുപോലെ തന്നെ എന്താ പറയാ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഉയർച്ച, ഉന്നതി ഉണ്ടാവുന്നു, കരിയറിൽ ഉന്നതി ഉണ്ടാകാം, അതുപോലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്താം. ഓക്കെ, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനെ ഞാൻ കേൾക്കുന്നത് ചോദ്യം ചെയ്യാതെ ഇതില് സറണ്ടർ ആയി മുന്നോട്ട് പോകുകയാണ് നിങ്ങൾ വേണ്ടത്.
അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ടവർ മൊമെന്റ് അങ്ങേ അറ്റത്തെത്താൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റം, ഈ ഒരു നിങ്ങൾക്ക് ഒരുപാട് ആത്മസംതൃപ്തി നൽകുന്ന പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, കാരണം അങ്ങനെ നിങ്ങൾ സറണ്ടർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് ലൈഫ് സ്റ്റൈൽ, കരിയറിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സറണ്ടർ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. അത് എത്ര അൺകംഫർട്ടബിൾ ആണെങ്കിലും നിങ്ങൾ അതിലൂടെ കടന്നു പോകാൻ തയ്യാറാകണം. അവിടെ നിങ്ങളായിട്ട് ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ആകെ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ മാറ്റത്തിനെ നിങ്ങൾ തടയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് കൂടുതലായിട്ട് അതിനെ എന്താ പറയാ, ചാലഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ, അതിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഷിഫ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ ചാലഞ്ചസ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രല്ല ഈ ഒരു മാറ്റം, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ടവർ മൊമെന്റിലൂടെ നിങ്ങൾ എത്തുന്ന കരിയറിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫൈറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങൾ അതിൽ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിന് വിട്ട് കളയാതെ നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിലേക്കാണ് യൂണിവേഴ്സ് ഒരു തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുന്നത്. ആ പെട്ടെന്ന് എത്തിക്കുന്നതിനാണ് ഈ ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം അപ്പൊ നിങ്ങൾ ഇതിന് സറണ്ടർ ചെയ്ത് അത് സംഭവിക്കുന്ന രീതിയിൽ അതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് സഡൻ പ്രോഗ്രസ് ആ പിന്നെ കരിയറിൽ ഉണ്ടാവുക. പെട്ടെന്നുള്ള പ്രോഗ്രസ്. നോക്കുക, നമുക്ക് രണ്ട് കാർഡ് അണ്ടർലൈൻ എനർജി 8 of Wands ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള സഡൻ പ്രോഗ്രസ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കും. മാത്രമല്ല ഈ മാറ്റത്തിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന ആ പുതിയ അധ്യായം എന്ന് പറഞ്ഞാൽ അതിലൂടെ നിങ്ങൾ ഒരുപാട് ദൂരം, ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾ കരിയറിൽ നിങ്ങൾ നേടുന്നുണ്ട്. ഒരുപാട് ദൂരം നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പുരോഗതി നിങ്ങൾ കൈവരിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ബാലൻസ്, ഹാർമണി ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, പ്രൊട്ടക്ഷൻ, നിങ്ങൾ സേഫ് ആകുന്നു. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് എത്താണ്. ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സക്സസ്, റെക്കഗ്നേഷനിലേക്കൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മാറ്റത്തിലൂടെ ചെന്നെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ധൈര്യമായി ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടവർ മൊമെന്റിലൂടെ കടന്നുപോയത്, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ടവർ മൊമെന്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതും അടുത്ത ചാപ്റ്ററിലേക്ക് എത്തുന്നതും അത്രയും സമയ വ്യത്യാസം ഇല്ല. പെട്ടെന്ന് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടവർ മൊമെന്റ് കഴിയുന്നതും നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതൊക്കെ പെട്ടെന്നാണ്. അപ്പൊ നിങ്ങൾ അതിനെ അനുവദിക്കുമ്പോഴേ അത് സംഭവിക്കൂ. നിങ്ങൾ അതിനെ തടയാൻ ശ്രമിച്ചാൽ ഈ ടവർ മൊമെന്റ് ഉണ്ടാകുമ്പോൾ ഓക്കെ, ഇതിലിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഭാവിയിലൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അതിനെ നിങ്ങളുടേതായ രീതിയിൽ അതിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാതെ, അത് അനുവദിക്കാൻ നിങ്ങൾ സമ്മതിക്കാതെ അപ്പോഴേക്കും അതിന് പകരം ഒരു കാര്യം കണ്ടെത്താനും അതിലേക്ക് നിങ്ങൾ തിരിയാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വിളിച്ചു വരുത്തുന്നല്ലാതെ ഈ പറയുന്ന നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന ഈ ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു അനുഗ്രഹത്തെ ബേസിക്കലി നിങ്ങൾ തട്ടിക്കളയാണ് ചെയ്യുക. അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് പറയണേ. അത് കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് നടക്കട്ടെ. ഇനി ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റ്ലെസ് എനർജി നിങ്ങൾക്കുണ്ട്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാം. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടോ? യെസ്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ അസാധ്യമായതും സാധ്യമാകും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പക്ഷെ അതില്ല നിങ്ങൾക്ക്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ലോജിക്കായിട്ട് കണക്ട് ചെയ്തിട്ട് അതങ്ങനെയല്ല, അതങ്ങനെ നോക്കിയാൽ ശരിയാവില്ല, ഇതിങ്ങനെ വേണം, അങ്ങനെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻസ് ചില സമയത്ത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിന്റെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി നേരെ വിപരീതമാണ് മിക്കപ്പോഴും. ഓക്കെ, അത് മാറണം. യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം റൈറ്റ് ടൈമിൽ എന്നിലേക്ക് എത്തിക്കും, അതുവരെ എന്നെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കും എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും, ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരിക. ഇത് നിങ്ങളുടെ ഇല്ല.
നിങ്ങളെല്ലാം ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം, ഞാൻ തന്നെ എല്ലാം ചെയ്യണം, അങ്ങനത്തെ ഒരു 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 മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, എൻ്റെ ഇടപെടൽ ഉണ്ടാവണം, ഞാൻ എൻ്റെയും രീതിയിൽ നിയന്ത്രിക്കണം, എന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ ഈ റെസ്റ്റ്ലെസ് എനർജിക്ക് കാരണം. നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ഇല്ലാത്തതിന്റെ അവസ്ഥ. അത് മാറണം. അത് മാറി നിങ്ങൾ എന്ത് വേണം? നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഇതിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുക, എല്ലാത്തിനെയും കുറിച്ചും ഇങ്ങനെ ചിന്തിച്ച് സൊല്യൂഷൻസ്, ബാക്കപ്പ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സറണ്ടർ ചെയ്യാത്തൊരവസ്ഥയാണ് അതൊക്കെ. അത് ആണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യം. ഇമോഷണലി ബാലൻസ്ഡ് ആകാൻ പറയുന്നു. അതായത് നിങ്ങളുടെ ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡും ബാലൻസിലേക്ക് എത്തണം. ടു മച്ച് ലോജിക്കൽ ആയാലും പ്രശ്നമാണ്, ടു മച്ച് ഇമോഷണൽ ആയാലും പ്രശ്നമാണ്. ഈ ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ് അട്രാക്ട് ചെയ്യുന്നതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ കൈൻഡ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളൊരു എന്താ പറയാ, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ ലൈഫിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സന്തോഷങ്ങളുണ്ട്. അത് വലിയ വലിയ കാര്യങ്ങളാവണം എന്ന് നിർബന്ധമില്ല. വലിയ രീതിയിലുള്ള സന്തോഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കാം. അതിനെ നോട്ട് ചെയ്യുക. ലൈഫിൽ ആ ഒരു സന്തോഷങ്ങളെ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുക. ഓക്കെ, അതൊക്കെ പിന്നാലാവാം, ആദ്യം എൻ്റെ കരിയറിന്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ, ഇങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് കാണുന്ന നമുക്ക് ജീവിതത്തിൽ വരുന്ന ഒരു അനുഗ്രഹങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ അവസരങ്ങളായിക്കോട്ടെ, അതിലേക്കൊന്നും ഉൾപ്പെടാതെ അതിനൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നു. ഇനി നിങ്ങളോട് പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ, കരിയറിൽ ഈ പറയുന്നൊരു മാറ്റം സംഭവിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിനും ആ മാറ്റത്തിനെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ആ ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളൊരു അച്ചീവ്മെന്റ് ആയിട്ട് കണ്ട് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ അത് ആഘോഷിക്കാനും തയ്യാറെടുക്കണം. അതിനെ നിസ്സാരമായിട്ട് കാണരുതെന്ന്. ഓക്കെ, അത് നിങ്ങളുടെ സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്ന് നിങ്ങൾ എത്താൻ ശ്രമിക്കുന്ന കാര്യത്തിനാണ് യൂണിവേഴ്സ് ഒരു ഷോർട്ട് കട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾ എത്തിക്കുന്നത്. ആ ഷോർട്ട് കട്ടിലുള്ള ഒരു മെയിൻ കാര്യമാണ് ടവർ മൊമെന്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നതാണ്. നിങ്ങളുടെ ആക്ഷൻസിന്റെ ഒക്കെ റിസൾട്ട് തന്നെയാണത്. നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് കാണുക. ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രവണത മാറ്റുക. ഇത് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ അതിനെ ആഘോഷിക്കണം. അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് ആണല്ലേ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അതിനെ ആഘോഷിക്കുക, അതിൽ സന്തോഷിക്കുക. ആ സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് നമുക്ക് ലഭിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടേതാകുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? മറ്റ് 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് കാണണം. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന തീയതികളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ പറഞ്ഞ ഈ ഒരു അനുഗ്രഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന തീയതികൾ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഉണ്ടാകും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ജനന തീയതി ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് രാശികൾ കിട്ടിയിട്ടുണ്ട്. തുലാം രാശി, മകരം രാശി, കന്നി രാശി, മീനം രാശി, മിഥുനം രാശി, ചിങ്ങം രാശി. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ജനിച്ച രാശി ഉണ്ടാവും, പിന്നെ സൺ മൂൺ റൈസിങ് ആയിട്ടുള്ള സൈൻസും ഇതിലുണ്ടാകും കേട്ടോ. പിന്നെ മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇടവമാസവും ധനുമാസവും ആണ് കിട്ടിയിട്ടുള്ളത്.
ഇനി ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് പൂരാടം, ചിത്തിര, ആയില്യം, പുണർദം, രോഹിണി, അനിഴം, അത്തം, അവിട്ടം, മകം, ചതയം, പൂരം. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകും. ഋ, ഢ, ഓ, ഈ, ധ, ള, റ, ഡ, ആ, ഹ, ഗ, ര, സ, ഐ, ഉ, ച, ഡ, ഖ, ഘ. ഓക്കെ, ഇത്രയും അക്ഷരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകും. പിന്നെ ഈ തീയതികൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഈ തീയതികളിലായിരിക്കും നടക്കാൻ സാധ്യത കൂടുതൽ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3, 5, 9, 13, 15, 16, 27. ഓക്കെ, അപ്പൊ തീയതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.